ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വിനു കൃഷി ആവശ്യത്തിനായി ഒരു തുക ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത്. 8 മാസം കഴിഞ്ഞു വിനുവിന് ആകെ 15,800 രൂപ തിരിച്ചടച്ചെങ്കിൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത തുക എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് വിനു കൃഷി ആവശ്യത്തിനായി ഒരു തുക ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലിശ നിരക്ക് നമ്മൾ എടുക്കുന്നത് 6 എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. 8%. 8 മാസം കഴിഞ്ഞ് വിനുവിനാകെ 15,800 രൂപ, അതായത് 15,800 രൂപ തിരിച്ചടച്ചെങ്കിൽ നമുക്ക് കാണേണ്ടത് എടുത്ത തുക ബാങ്കിൽ നിന്നും എത്ര രൂപയാണ് എടുത്തതെന്നാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്, അതായത് ബാങ്കിൽ നിന്ന് എടുത്ത തുക എന്ന് പറയുന്നത് നമ്മൾ പി ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ സമയം എത്രയാണ് തന്നിരിക്കുന്നത്? 8 മാസം എന്നാണ് തന്നിരിക്കുന്നത്. അതായത് എൻ എന്ന് പറയുന്നത് 8 മാസം. ഓക്കെ, 8 മാസം എന്ന് പറയുമ്പോൾ അത് എത്ര വർഷമാവും? വർഷത്തിലോട്ട് മാറ്റാനായിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 8/12 വർഷം. ആകെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആകെ തുക എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത തുക പ്ലസ് പലിശയാണ് ടോട്ടൽ അഥവാ ആകെ തുക എന്ന് പറയുന്നത്. വായ്പ എടുത്ത തുക നമ്മൾ പി എന്നാണ് എടുക്കുന്നത്, പ്ലസ് പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആകെ തുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ആകെ തുക എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 15,800 ഇസ് ഈക്വൽ ടു പി പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ പലിശയുടെ ഫോർമുല എന്ന് പറയുന്നത് PNR/100 എന്നാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എന്ന് പറയുന്നത് നമുക്കറിയില്ല, എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം 8/12 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 8 ഹോൾ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇസ് ഈക്വൽ ടു പി പ്ലസ് പി ഇൻറ്റു ഈ 8ൽ 4 2 തവണ പോവും, 12ൽ 3 തവണ പോവും. അപ്പോൾ 2 16/3 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ഇസ് ഈക്വൽ ടു പി പ്ലസ് പി ഇൻറ്റു 16/3 ഇൻറ്റു ഈ 100 മുകളിലോട്ട് പോകുമ്പോൾ അപ്പോൾ 3 × 100 300 എന്ന് വരും. ഓക്കെ, ഇനി ഇതിൽ നിന്നും ഒരു പി നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം അല്ലേ, കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 1 + 16/300 എന്ന് കിട്ടും. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ഇൻറ്റു 316/300 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 15,800 കിടക്കുന്നുണ്ട്. ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 316/300 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും പി കാണാമല്ലോ. അപ്പോൾ ഇതിൽ നിന്നും പി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് പി ഇസ് ഈക്വൽ ടു 15,800 ഇൻറ്റു 300/316 എന്നാകും. ഈ 316 15,800ൽ 50 തവണ പോകും. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ പറ്റും. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 × 300 എന്ന് പറയുന്നത് 15,000 എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിജയ് ഒരു ആടിനെ 3,200 രൂപയ്ക്ക് വാങ്ങി അതിനെ വിറ്റപ്പോൾ 8% നഷ്ടം വന്നു. ഈ ആടിനെ 576 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ വിജയ്ക്ക് വരാവുന്ന ലാഭം അഥവാ നഷ്ടം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. വിജയ് ഒരു ആടിനെ 3,200 രൂപയ്ക്കാണ് വാങ്ങിയത്. അതായത് കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില 3,200 ആണ്. അതിനെ വിറ്റപ്പോൾ 8% നഷ്ടം വന്നു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8% നഷ്ടം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും വിറ്റ വില കാണാമല്ലോ. വിറ്റ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 3,200ൽ നിന്നും എന്താണ് സംഭവിച്ചത്? വാങ്ങിയ വിലയിൽ നിന്നും 8% നഷ്ടം പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 92% കണ്ടാൽ മതി. 8% നഷ്ടമാണ് അല്ലേ. അപ്പോൾ 3,200ൻ്റെ 92% കണ്ടാൽ മതി. അപ്പോൾ നമുക്കിതൊന്നും ക്യാൻസൽ ചെയ്യാം. 32 × 92 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,944 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വിറ്റ വില കിട്ടി. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ആടിന് 576 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ വിജയ്ക്ക് വരാവുന്ന ലാഭം അഥവാ നഷ്ടം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുകയാണ്. ഈ വിറ്റ വില 2,944 ആണ്.
ഇതിൻ്റെ കൂടെ 576 കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ കൂടെ 576 നമ്മൾ ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3520 എന്നാണ്. ഓക്കെ, ഇനി ഈ വിലയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില എന്ന് പറയുന്നത് 3200 ആണ്. വിറ്റ വില 3520 രൂപയ്ക്കാണ് വിറ്റത്. കൂടുതൽ വിലയ്ക്കാണ് വിറ്റത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്തായാലും പ്രോഫിറ്റ് അഥവാ ലാഭമാണ് ഉണ്ടാവുക അല്ലേ, കൂടുതൽ വിലയ്ക്ക് വിറ്റു. അപ്പോൾ ലാഭം എന്ന് പറയുന്നത് 3520 മൈനസ് 3200 ആണ്. ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 320 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നിന്നും ലാഭശതമാനം കാണാലോ, അഥവാ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഈ 320 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 3200 ഇൻറ്റു 100. 0 ക്യാൻസൽ ചെയ്തു. 320 മുകളിലുണ്ട്, 32 10 തവണ പോകും. ഓക്കെ, 10% എന്നാണ് ആൻസർ. ലാഭമാണ് 10%. ലാഭമാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, -1 all raised to 150 ഇൻറ്റു √628 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കാണാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. ഇവിടെ -1ൻ്റെ പവറിൽ എന്താണ് 150 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മൈനസ് വാല്യൂ -1 ആണെങ്കിൽ അതിൻ്റെ പവറിൽ ഈവൺ സംഖ്യ അഥവാ ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ അത് +1 മാറും അല്ലേ. അപ്പോൾ മൈനസ് പോയിട്ട് പ്ലസ് ആവും. അതേപോലെ തന്നെ ഇരട്ട സംഖ്യയ്ക്ക് പകരം മുകളിൽ പവറിൽ ഓഡ് സംഖ്യ അഥവാ ഒറ്റ സംഖ്യയാണ് വന്നെങ്കിൽ നെഗറ്റീവായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ -1 റേസ് ടു ഒരു ഈവൺ സംഖ്യയാണ്. അതുകൊണ്ട് ഈ -1 എന്നുള്ളത് 1 ആയിട്ട് മാറും. ഇൻറ്റു √625. നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് പറയുന്നത് 25 ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിമൽ ഒരു യാത്രയുടെ ആദ്യത്തെ 2 മണിക്കൂർ സമയം 25/3 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലും ശേഷിക്കുന്ന 3 മണിക്കൂർ സമയം 100/9 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലും സഞ്ചരിച്ചാൽ ആ യാത്രയിലെ അയാളുടെ ശരാശരി വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, വിമൽ ഒരു യാത്രയുടെ ആദ്യത്തെ 2 മണിക്കൂർ സമയം 25/3 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2 മണിക്കൂർ സമയം തന്നിട്ടുണ്ട്, 3 മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. സോ തന്നിരിക്കുന്ന ഈ ഒരു വേഗത എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് മാറ്റണം, മണിക്കൂറിലോട്ട് മാറ്റണം അഥവാ കിലോമീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് നമുക്കതിനെ കിലോമീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന വേഗത്തിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 5 തവണ ക്യാൻസൽ ചെയ്ത് പോവും, 6 തവണ 30 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ 100/9 എന്ന് തന്നിട്ടുണ്ട്. 100/9 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇതിനെ നമ്മൾ കിലോമീറ്ററിലോട്ട് മാറ്റുമ്പോൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് 100ൽ 20 തവണ പോവും ആൻഡ് 18ൽ 2 തവണ പോവും. = 40 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടിലും കിലോമീറ്ററിലോട്ട് മാറ്റി. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, 2 മണിക്കൂർ സമയം 25/3 മീറ്റർ പെർ സെക്കൻഡ് അഥവാ ഇത് നമ്മൾ 30 കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റി. ഇതെന്താണ് മീൻ ചെയ്യുന്നത്, 30 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ പോകുന്നുണ്ട്. സോ മണിക്കൂറിൽ 30 കിലോമീറ്റർ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറിൽ അപ്പോൾ എത്ര പോവും, 30 × 2 60 കിലോമീറ്റർ പോവും. ഓക്കെ, അതേപോലെ തന്നെ 40 കിലോമീറ്റർ പെർ അവർ അഥവാ 40 കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് പോകുന്നത്. അപ്പോൾ 3 മണിക്കൂറിൽ എത്ര പോവും, 40 × 3 40 × 3 ചെയ്യുമ്പോൾ 120 കിലോമീറ്റർ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെ സഞ്ചരിച്ച ദൂരം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് അയാളുടെ ശരാശരി വേഗതയാണ്. ശരാശരി വേഗത കാണാനായിട്ട് നമുക്കറിയാം ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ആകെ ദൂരം എന്ന് പറയുന്നത് 60 + 120 ഡിവൈഡഡ് ബൈ ആകെ സമയം
2 + 3 = 60, 120, 180 ഡിവൈഡഡ് ബൈ 2, 3, 5 ക്യാൻസൽ ചെയ്യുമ്പോൾ 36 km/മണിക്കൂർ എന്ന് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.